രണ്ടാം മോദി സർക്കാരിന് 10ൽ 10 സീറ്റും നൽകിയ സംസ്ഥാനമാണ് ഹരിയാന. പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ കരണത്തടിച്ച സംസ്ഥാനം കൂടിയാണ് ഹരിയാന. 10ൽ 5 സീറ്റ് സ്വന്തമാക്കി കോൺഗ്രസിന്റെ അപ്രതീക്ഷിതമായ മുന്നേറ്റം. ആ മുന്നേറ്റം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ മുന്നേറ്റമാണ്. ഭാരത് ജോഡോ യാത്ര നടത്തുമ്പോൾ ഹരിയാനയിലെത്തിയ രാഹുൽ ഗാന്ധി അവിടുത്തെ കർഷകരുടെ നെഞ്ചിടിപ്പ് ചോദിച്ചറിഞ്ഞു. അവിടുത്തെ കർഷകരോട് മോദി കാണിക്കുന്ന ചെറ്റത്തനം തിരിച്ചറിഞ്ഞു. അവർക്കൊപ്പം അദ്ദേഹം ഭക്ഷണം കഴിച്ചു. അവർക്കൊപ്പം അദ്ദേഹം അന്തി ഉറങ്ങി. കർഷകരുടെ എല്ലാമെല്ലാമായി മോദി മാറി. ഹരിയാനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കർഷകർ സത്യമുള്ളവരാണ്, സത്യത്തെ വിശ്വസിക്കുന്നവർ, സത്യത്തെ നെഞ്ചോട് ചേർക്കുന്നവർ. ആ കർഷകർ മോദി സർക്കാരിനെതിരെ മുഖം തിരിച്ചപ്പോൾ ഇത്തവണ 5 സീറ്റ് കോൺഗ്രസ് നേടി. വൻപിച്ച വിജയമാണ് ഹരിയാനയിൽ കോൺഗ്രസ് സ്വന്തമാക്കിയത്. മാസങ്ങൾക്കുള്ളിൽ ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഹരിയാന പിടിക്കാൻ തന്ത്രങ്ങൾ മെനയുന്നു. പല പാർട്ടികളിൽ നിന്നും പ്രമുഖരായ നേതാക്കൾ കോൺഗ്രസിൽ എത്തുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയിലെ കവിതാ ശർമ്മയാണ് ഒടുവിൽ കോൺഗ്രസിൽ എത്തിയിരിക്കുന്നത്. ഹരിയാനയിൽ ഇനി ഒരംഗത്തിന് ബാല്യമുണ്ടെന്ന് മോദിക്ക് തോന്നുന്നില്ല. മോദിയെ തുരത്തി ഓടിച്ചിരിക്കുന്നു ഹരിയാനയിലെ കർഷകർ. ഉത്തർപ്രദേശിലേ ചെരുപ്പേറ് കിട്ടി. പിന്നെ ഹരിയാനയിൽ എന്ത് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഹരിയാനയിൽ ചാണകമേറായിരിക്കും കിട്ടുക. ഈ ചാണകമേറാണ് ഈ സംഘികൾക്ക് നല്ലത്. കാരണം ചാണക ബുദ്ധിയാണ്. ചാണകം എങ്ങനെയാണ് അതേ കണക്ക് പ്രവർത്തിക്കും. എവിടെ ചവിട്ടിയാലും ചാണകം. അതാണ് സംഘികളുടെ ഒരു പൊതുവായുള്ള രീതി. അതുകൊണ്ടാണ് അവരെ ഈ ചാണക സംഘികളെന്ന് മറ്റുള്ളവർ വിളിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഇനിയുള്ള ദൌത്യം ഹരിയാനയിലാണ്. ഇന്ത്യ മുന്നണി ഹരിയാനയിൽ ഒറ്റക്കെട്ടായി മത്സരിക്കും എന്നാണ് സൂചന. ആം ആദ്മി പാർട്ടിയെന്നോ മറ്റ് പാർട്ടികളെന്നോ വേർതിരിവില്ലാതെയൊക്കെ മത്സരിച്ചു കഴിഞ്ഞാൽ ഹരിയാന നിയമസഭ ഈസിയായി കോൺഗ്രസിന് കൈവെള്ളയിൽ ഒതുക്കാം. രാഹുൽ ഗാന്ധിക്ക് കൈവെള്ളയിൽ ഒതുക്കാം. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഹരിയാനയിൽ താരമാണ്. ഹരിയാനയിലെ കർഷകരുടെ രോദനം തിരിച്ചറിഞ്ഞ നേതാവ്, ഹരിയാനയിലെ പാവപ്പെട്ടവരുടെ വികാരം തിരിച്ചറിഞ്ഞ നേതാവ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിൽ വിവിധ പാർട്ടിയിൽപ്പെട്ടവർ അണിനിരക്കുകയാണ്. ഈ ഹരിയാനയിലെ BJP MLA-മാർക്കും മന്ത്രിമാർക്കും കർഷകർക്ക് ആധിപത്യമുള്ള ഗ്രാമങ്ങളിൽ പോകാൻ പോലും വയ്യാത്ത സ്ഥിതിവിശേഷമാണ്. ആ സ്ഥിതിവിശേഷം തരണം ചെയ്യാൻ വേണ്ടി BJP ഇറക്കിയ തുറുപ്പുചീട്ടായിരുന്നു ഹരിയാനയിൽ നടന്ന വർഗീയ കലാപം കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ്. അതൊക്കെ ഈ ഇടിച്ചു കയറാൻ പറ്റിയില്ലെങ്കിൽ അവിടെ വർഗീയ കലാപം ഉണ്ടാക്കുക. ഇതാണ് നരേന്ദ്രമോദിയുടെ രീതി. ഗുജറാത്തിലും അത് തന്നെയാണ് നരേന്ദ്രമോദി പരീക്ഷിച്ച് വിജയിച്ചത്. വർഗീയ കലാപം ഉണ്ടാക്കി മുസ്ലിം സഹോദരങ്ങളെ കൊന്നുതള്ളുന്ന രീതി, ഹിന്ദു മുസ്ലിം എന്നുള്ളത് 2 വിഭാഗമായി കാണുന്ന രീതി. ഹരിയാനയിലും അത് കളിച്ചു നോക്കി മോദി. പക്ഷെ ഏറ്റില്ല. ഹരിയാനക്കാർ സമ്മതിച്ചില്ല. 10ൽ 10 സീറ്റ് മോദിക്ക് നൽകിയ ഹരിയാന, രണ്ടാം മോദി സർക്കാരിന് നൽകിയ ഹരിയാന ഇത്തവണ മുഖം തിരിച്ചു മോദിയോട്. ഗ്രാമങ്ങൾക്ക് ആധിപത്യമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലൊക്കെ കോൺഗ്രസ് വലിയ കുതിച്ചുകയറ്റം നടത്തി. ഹരിയാനയിൽ ഇങ്ങനെ ഒരു കുതിച്ചുകയറ്റം നടത്താൻ പറ്റുമെന്ന് കോൺഗ്രസ് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന കുതിച്ചുകയറ്റമാണ് കോൺഗ്രസ് നടത്തിയത്. എന്തായാലും രാഹുൽ ഗാന്ധി ഹരിയാനയിലേക്ക് പോകുന്നു. ഇനി രാഹുലിന്റെ ദൌത്യം ഹരിയാന. ഓരോ സംസ്ഥാനങ്ങളും BJP മുക്ത സംസ്ഥാനങ്ങളാക്കി മാറ്റുക. അതാണ് രാഹുലിന്റെ ലക്ഷ്യം. മുമ്പ് മോദി പറഞ്ഞത് കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നാണ്. ഇപ്പോൾ രാഹുൽ പറയുന്നു BJP മുക്ത ഭാരതം. BJP മുക്ത ഭാരതം. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഭാരത് ജോഡോ യാത്ര നടത്തിയത്. അതിനുവേണ്ടിയാണ് അദ്ദേഹം തന്റെ ലോകസഭാ അംഗത്വം തിരിച്ചു കിട്ടാൻ വേണ്ടി കോടതികളിൽ കയറിയിറങ്ങി.
രാഹുൽ ഇപ്പോ മാസാണെന്നേ, മരണമാസ്.